Hi dear parents. So ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, അതായത് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ചെറിയൊരു ലാംഗ്വേജ് സ്റ്റിമുലേഷൻ ടെക്നിക്കാണ്. അതായത് നമ്മൾ കുഞ്ഞുങ്ങളോട് എപ്പോഴും സംസാരിക്കുമ്പം നമ്മൾ ഈ ഇംഗ്ലീഷിൽ നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ മലയാളത്തിൽ തന്നെ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളോട് ഇപ്പം ആദ്യം എന്താണ് സംസാരിക്കേണ്ടത്, അത് കഴിഞ്ഞിട്ട് എന്താണ് സംസാരിക്കേണ്ടത്, ഇനി അവനോട് ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത്, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആൻസറാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളോട് എപ്പോഴും സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് വീട്ടിലുള്ളവരുടെ പേര് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക. അതായത് പേരെന്ന് പറഞ്ഞാൽ അതായത് അവരുടെ ഇപ്പം എന്തെന്നാ അവരെ വിളിക്കേണ്ടത് എന്നുള്ളത്. അതായത് നമ്മൾ ഈ കൈൻഷിപ്പ് ടേംസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ പറയത്തില്ലേ, മലയാളത്തിൽ ഇപ്പോൾ പറഞ്ഞാൽ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, മാമൻ, മാമി, അമ്മമ്മ, അപ്പൂപ്പൻ. സോ അങ്ങനെയുള്ള എന്താണ് കുഞ്ഞ് ഓരോരുത്തരെയും വിളിക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുക ആദ്യമായിട്ട്. രണ്ടാമതായിട്ട് കുഞ്ഞ് എപ്പോഴും കുഞ്ഞിൻ്റെ മുന്നിൽ കാണുന്ന സാധനങ്ങളുടെ പേര് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, പറയാനായിട്ടും പഠിപ്പിക്കുക. അതായത് നമ്മളതിന് ഈ ഫങ്ഷണൽ ഐറ്റംസ് എന്നാണ് പറയുന്നത്. അതായത് ഈ ചപ്പൽ, ഫാന്, ലൈറ്റ്, ബുക്ക്, ചെയർ, ടേബിൾ, റിമോട്ട്, കാറ്. സോ അതായത് കുഞ്ഞുങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങളും കാണുന്ന സാധനങ്ങളുടെ പേര് പറഞ്ഞു കൊടുക്കുക. മൂന്നാമതായിട്ട് ചെറിയ ചെറിയ വേർബ്സ്, അതായത് നമ്മൾ ഈ മലയാളത്തിൽ ക്രിയകൾ എന്നൊക്കെ പറയത്തില്ലേ, അതായത് നമ്മൾ സംസാരത്തിൻ്റെ ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ വരുന്ന ഈ പാർട്സ് ഓഫ് ലാംഗ്വേജ് ആണ് ഈ സംഭവങ്ങളൊക്കെ. അതായത് ഓടുന്നു, ഉറങ്ങുന്നു, അയ്യോ ഉറങ്ങി, മാമൻ ഉറങ്ങി, കഴിക്കുന്നു, മാമു അച്ഛ കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഇരിക്കുന്നു. സോ അതുപോലെയുള്ള ബേസിക് വേർബ്സ്, ഇംഗ്ലീഷിൽ നമ്മൾ ഈ ബേസിക് വേർബ്സ് എന്ന് പറയാറുണ്ട്. തൊടുന്നു, വയ്ക്ക്, എടുക്ക്. സോ ഇതുപോലുള്ള കുറച്ച് അർജൻറ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് ആദ്യം മനസ്സിലാവേണ്ട കുറച്ച് വേർബ്സ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നീട് നാലാമതായിട്ട് കുഞ്ഞുങ്ങൾക്ക് വൈ ക്വസ്റ്റ്യൻസ്, അതായത് ബുക്ക് എന്തിനാ, ഈ ബുക്ക് ഞാൻ എഴുതാനായിട്ട് വാങ്ങിച്ചതാ. സോ ചെറിയ ചെറിയ അർജൻറ്റായിട്ടുള്ള കുറച്ച് വൈ ക്വസ്റ്റ്യൻസ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. സോ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. സോ ഇനി ഒരുപാട് കാരണം ഇത് ലാംഗ്വേജ് സ്റ്റിമുലേഷനിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പലരും മിസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു രീതി. സോ വൈ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കുക. സോ ഇത്രയാണ് അർജൻറ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സംസാരം ചെറിയ ചെറിയ സെൻറ്റൻസിലൊക്കെ വരാനായിട്ട് കുഞ്ഞുങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് രീതിയും. സോ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പം ഈ രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.